ഇന്ന് അരി വാങ്ങേണ്ട അവസാന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും ഒക്കെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏട്ടന് ദൂരത്തേക്ക് പോയതാണ് പണിക്ക്. അപ്പോൾ അരി മേടിക്കാൻ ആരുമില്ല. അപ്പോൾ റേഷൻ കാർഡിലുള്ള ആരെങ്കിലുമൊക്കെ ചെന്നാൽ മതി. അപ്പോൾ എന്തായാലും മക്കളെ ഇവിടെ ആക്കി പോകാൻ പറ്റില്ലല്ലോ, രണ്ടും കൂടെ തല്ലുകൂടും. അപ്പോൾ പിന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു എന്നാൽ ഞങ്ങളും ഉണ്ട് അമ്മയെ പറഞ്ഞു ഞങ്ങളെ കൂടെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കുറുക്ക് വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. പോരുമ്പോൾ എന്തായാലും ഓട്ടോയ്ക്ക് പോരാലോ. അപ്പം അങ്ങനെ തോടിൻ്റെ കരയൊക്കെ പിടിച്ച് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. മുന്നിക്ക് നോക്കി നടന്നു കേട്ടോ, അല്ലെങ്കിൽ കൊഴിഞ്ഞാണ്ട് കേട്ടോ. എങ്ങോട്ടേലും പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് ഇവരെ. ഞാൻ പറഞ്ഞില്ലേ, മേയ്ക്കാൻ കുറച്ച് പാടുള്ള ആളുകളാണ്. അപ്പം എന്തായാലും ഞങ്ങൾ മെയിൻ റോഡിൽ കയറിയിട്ടോ. പിന്നെ ആ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റേഷൻ കട. പിന്നെന്താണോ, അതൊന്നൊക്കെ നമുക്കൊരു പാഠങ്ങൾ പഠിക്കാണ്ട്. ആരില്ലെങ്കിലും നമ്മളിതൊക്കെ ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ആരും ഉണ്ടാവില്ല ചിലപ്പം. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിലെത്തി അരിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ. ചിലപ്പോൾ നമുക്ക് ആരും ഉണ്ടാവും സഹായത്തിന്. ചിലപ്പോൾ അങ്ങനത്തെ ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് അതൊക്കെ ഫേസ് ചെയ്യണം. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യം, പക്ഷേ ഇതേപോലെ വലിയ വലിയ കാര്യങ്ങൾ വന്നാൽ നമ്മളതൊക്കെ നേരിടണം. ഒരു അരി മേടിക്കാൻ പോരുക പറഞ്ഞത് അപ്പോൾ ചെറിയ കാര്യമാണ്. പക്ഷേ ഇത് പോന്നിട്ടില്ലെങ്കിൽ എന്താ, ഈ അരിയോട് പോവും. അത് വെറുതെ ഗവൺമെൻറ് നമുക്ക് തരുന്നതല്ലേ, അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അങ്ങോട്ട് നടന്നു പോന്നു കഴിഞ്ഞാൽ നമുക്ക് അരി മേടിച്ച് പോവാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിലൂടെയൊക്കെ നമ്മളെ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. തേജുട്ടന് പിന്നെ അവൻ്റെ അച്ഛൻ്റെ കൂടെ വരലുണ്ട് ഇങ്ങോട്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അവന് കുറേ കാര്യങ്ങൾ അറിയാം. കൂടുതലും അവന് പറയണത് അമ്മ ഇവിടെ എലി ഉണ്ടായിരുന്നു അതാണ് പറയണത്. പിന്നെ അവിടെ സോപ്പൊക്കെ കണ്ടിട്ട് അവനറിയാം അമ്മ ഈ സോപ്പ് കൊണ്ടോണ്ടേ നമുക്ക്, അത് കൊണ്ടോണ്ടേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മറ്റേ ബാക്കിൽ നിൽക്കുന്ന ചേച്ചീനോട് അറിയുന്നുണ്ട് ഞാനാണ് ഫസ്റ്റ്, ഞാൻ മേടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവന്. ഞങ്ങളെല്ലാവരും ഉണ്ട് കാർഡിൽ. തേജുട്ടനെ ഇപ്പം അടുത്ത് ചേർത്തിട്ടുള്ളൂ. 3 വയസ്സ് കഴിഞ്ഞാൽ ആധാറുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ ചേർത്താം. അപ്പം എന്തിനാ വെറുതെ ഒരു 4 കിലോ അരി കളയണത്? ഒരാൾക്ക് 4 കിലോ അരി ഉണ്ട്, അപ്പോൾ അത് കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതല്ലേ, നമ്മൾ വെറുതെ അതങ്ങോട്ട് കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അരിയൊന്നും കളയലില്ല. ഗോതമ്പ് അതൊന്നും കളയില്ല. ഞങ്ങൾ ഈ ഇവിടുന്ന് മേടിക്കുന്ന ഗോതമ്പാണ് ഉണക്കി പൊടിപ്പിക്കൽ. പച്ചരി അതേപോലെ തന്നെ ഇവിടുന്ന് മേടിക്കുന്നതാണ് ഉണക്കി പൊടിപ്പിക്കൽ. അതുകൊണ്ട് രാവിലത്തെ നമുക്ക് ആ ചായക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരങ്ങൾക്കൊന്നും പുറത്തുനിന്ന് മേടിക്കലില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞിയ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.